എക്സാലോജിക് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കേരയിൽ പദ്ധതി കേരളം ഉപേക്ഷിച്ചുവെന്ന കേന്ദ്രമന്ത്രി പറയുന്നത് ശുദ്ധ കളവ്. PV അൻവറിന്റെ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വഴുതി മാറുന്നുവെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എക്സാലോജിക് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് വ്യക്തമാക്കിയ ഗോവിന്ദൻ മാസ്റ്റർ ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും വ്യക്തമാക്കി. എക്സാലോജിക് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ആ കേസ് തന്നെ നൽകിയിട്ടുള്ള ഷോൺ ജോർജിന് BJP അംഗത്വം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവിഷ്കാരം ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, BJPയുടെ തന്നെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ BJPയുടെ പല കേസുകളും കൈകാര്യം ചെയ്യുന്ന UDFൻ്റെ ഒരു MLA തന്നെയാണ് നിയമസഭക്കകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അന്വേഷിച്ചോട്ടെ എന്ന് ഞങ്ങൾ എന്തിനു അന്വേഷിക്കേണ്ട കാര്യം? ഞങ്ങൾ ഈ അന്വേഷണത്തിന് എൻ്റെ ഭാഗമല്ലല്ലോ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്, പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാം എന്നതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറെ കേസൊന്നുമല്ല. ഇതിനെക്കാട് എത്ര വലിയ കേസുണ്ട് വേറെ? ഇവിടെ കേസല്ല പ്രശ്നം, ഇവിടെ പിണറായി വിജയനെ എങ്ങനെ പ്രതിയാക്കാം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ കാര്യം. ആ രാഷ്ട്രീയം ശരിയായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കേരയിൽ പദ്ധതി കേരളം ഉപേക്ഷിച്ചുവെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയെ ഗോവിന്ദൻ മാസ്റ്റർ തള്ളി. മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കേരളം ആ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുകയാണ്, പിന്നെ ഞങ്ങൾ എന്തിനാണ് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ്. മന്ത്രിമാരും ഗവർണറെ പോലെ തന്നെ കളവോറിയാണ്. ഏത് നിമിഷവും കേരയിൽ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ള ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അത് ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. കേരള ഗവൺമെൻറ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ശുദ്ധ കളവാണ്. PV അൻവറിന്റെ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വഴുതി മാറുന്നുവെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സാധാരണ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നാൽ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി എന്താ? പുറത്തു പറ, അപ്പോൾ പറയാമെന്നാണ്. എന്തേ പറയാത്തത്? എന്തേ വഴുതി മാറുന്നത്? എന്തേ അദ്ദേഹം പറയാതിരുന്നത്? പുറത്തു പറയേ, അപ്പോൾ ഞാൻ പറയാം മറുപടി എന്ന് പറയണ്ടേ? എന്തേ പറയാൻ പറ്റാത്തത്? കൈരളി ന്യൂസ്, തിരുവനന്തപുരം.